ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ 10-ാം ദിനമായ ഇന്ന് നാം ചിന്തിക്കുന്നത് ജീവൻ്റെ അപ്പം എന്ന വിഷയത്തെ ആധാരമാക്കിയാണ്. ഇതിനായുള്ള വേദഭാഗം പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 14 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. കുറുവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ഉം 31 വാക്യങ്ങൾ. മോശെ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. 31-ാം വാക്യം. ഇസ്രായേലിൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. ചെങ്കടൽ കടന്ന് സീൻ മരുഭൂമിയിൽ എത്തിയ ഇസ്രായേൽ ജനം ഭക്ഷണമില്ലാതെ വരുമ്പോൾ അതുവരെ അവരെ നയിച്ച മോശയ്ക്കും അഹരോനുമെതിരെ പിറുപിറുക്കുന്നു. ദൈവം അവരുടെ ആവശ്യമറിഞ്ഞ് മന്ന നൽകുന്നതാണ് ഈ വേദഭാഗം. പഴയ നിയമത്തിൽ തൻ്റെ ജനങ്ങളെ നടത്തുന്നതിൻ്റെ ശക്തമായ അടയാളമായി മന്ന മാറുന്നു. മരുഭൂമിയിൽ തങ്ങൾ ഭക്ഷണമില്ലാതെ മരിച്ചു പോകും എന്ന് കരുതിയ ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന നൽകി അവർ ജീവൻ വീണ്ടെടുക്കുന്നു. ശബത്ത് ദിനത്തിൻ്റെ തലേന്ന് ഒഴികെ വേറെ ഒരു ദിനവും അന്നത്തെ ആവശ്യത്തിലധികം മന്ന ശേഖരിക്കുവാൻ പാടില്ല എന്ന് ദൈവകൽപ്പന ഉണ്ടായിരുന്നതായി 18-ാം വാക്യത്തിൽ കാണാം. കൂടുതൽ എടുത്തതൊന്നും ഭക്ഷ്യയോഗ്യം ആയതുമില്ല. പുതിയ നിയമത്തിൽ യേശു നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതും ഈ ദൈവകൽപ്പനയുമായി ബന്ധമുണ്ട്. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. മനുഷ്യൻ കൂട്ടിവെക്കുന്നു, എന്നാൽ നാളെ അത് ആരും അനുഭവിക്കാതെ നഷ്ടപ്പെടും. കൂട്ടിവയ്ക്കുന്ന ആർത്തിയുടെ സംസ്കാരത്തിന് ദൈവം വിലക്ക് കൽപ്പിക്കുന്നു. യാത്രികരായിരുന്ന ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശമായ കനാനിലെത്തിച്ചേരുന്ന 40 വർഷവും അവർക്ക് മന്ന നൽകി ദൈവം പരിപാലിച്ചു. ജീവിതകാലം മുഴുവൻ ജീവിപ്പാൻ വേണ്ടത് ദൈവം നൽകിത്തരും. അതിനാൽ ജീവന്റെ മന്നയെപ്പറ്റി നാം ശങ്കിക്കേണ്ടതില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ സ്വർഗത്തിലെ അപ്പവുമായി താരതമ്യപ്പെടുത്തി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 48 മുതൽ 58 വരെയുള്ള ഭാഗത്ത് പറയുന്നു, ദൈവം തന്നെ തന്നെ നമുക്ക് ഭക്ഷിപ്പാൻ നൽകുന്നു. മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചവർ മരിച്ചു എങ്കിലും ദൈവം നൽകുന്ന ഈ അപ്പം തിന്നുന്നവർ എന്നേക്കും ജീവിക്കും. വിശുദ്ധ കുർബാനയിലൂടെ ആ ശരീരത്തിൻ്റെ അംശങ്ങളാകുമ്പോൾ നാം സമൃദ്ധിയുള്ള ജീവന്റെ ഭാഗമാകുന്നു. ദൈവത്തെ സ്വീകരിക്കുന്നത് ജീവനെ സ്വീകരിക്കുന്നതിലൂടെയാണ്. മരുഭൂമിയിലെ മന്ന താൽക്കാലിക ആശ്വാസമെങ്കിലും ദൈവം നൽകുന്ന തൻ്റെ ശരീരം നിത്യജീവനിലേക്ക് നയിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നാം സ്വീകരിക്കുന്ന ഈ തിരുശരീരം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ സൗഖ്യം നൽകുകയും ജീവിപ്പിക്കുകയും ചെയ്യും. ആതുരാലയങ്ങൾ ഇല്ലാതിരുന്ന കാലം മുതൽ അനേകർക്ക് ജീവനും സൗഖ്യം പ്രദാനം ചെയ്തത് വിശുദ്ധ കുർബാനയാണ്. അതാണ് മനുഷ്യനെ നന്മയിലേക്കും നിത്യജീവനിലേക്കും നയിക്കുന്നത്. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് മന്ന കൂടാതെ ജീവൻ സാധ്യമായില്ല എങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം കൂടാതെ നിത്യജീവൻ സാധ്യമല്ല എന്ന് നാം കാണുന്നു. ഓരോ നോമ്പുകാലവും നാം നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന യേശുക്രിസ്തുവിനെ ധ്യാനിക്കുന്നു. മരണത്തിനും അപ്പുറമുള്ള ജീവനിലേക്ക് നയിക്കുന്ന നിത്യജീവ മന്നയാകുന്ന ക്രിസ്തു ശരീരം നമുക്ക് പ്രചോദനമാകട്ടെ. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട ജീവമന്ന ഭക്ഷിക്കുന്നതിലൂടെ നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആമേൻ.